വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. പുതുതായി വന്ന പ്രേക്ഷകരോടാണ് ഇന്ന് മോർണിംഗ് വാക്കിനായി ഞാനും ക്രിസ്റ്റീനയും ഉള്ളത്. ചിറ്റേക്കര ബണ്ട് റോഡിലാണ്. കളമശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു ബണ്ട് റോഡാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇരു കരകളിലും ഈ പറയുന്ന പോലെ ഒരു ജലാശയം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൂടെ നടക്കാൻ നല്ലൊരു സുഖമുണ്ട്. മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലം അല്ലെ. കുറെ പേര് അങ്ങനെ പല റൗണ്ട് ഇങ്ങനെ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പക്ഷെ നമുക്ക് ഇപ്പോ വാർത്തയിലേക്ക് പോവാം അല്ലേ? അതെ. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറി, അത് 24 പുറത്തുകൊണ്ടുവന്നൊരു വാർത്തയാണ്. അതിൽ ഒരു ഉന്നതതല അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്തയ്ക്ക് അത് എത്രമാത്രം ഗൗരവമുള്ള വാർത്തയാണ്, അതിലത്തെ കാമ്പ് എത്രമാത്രം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും ഈ അന്വേഷണം എന്നിപ്പോൾ അറിയുന്നു. വിശദാംശങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉമേഷ് ബാലകൃഷ്ണൻ തന്നെയാണ് ചേരുന്നത്. ഉമേഷ്, വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുക? ഇന്ന് നഴ്സിംഗ് കൗൺസിലിന്റെ യോഗവും ഉണ്ടാവുമല്ലോ. യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും അന്വേഷണം നടത്താൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനാണ് സാധ്യത. കാരണം നിലവിൽ ആരോപണ വിധേയർ അല്ലെങ്കിൽ സംശയ നിഴലിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഒന്ന് നഴ്സിംഗ് കൗൺസിൽ, ഒന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി. ഈ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അർദ്ധ ജുഡീഷ്യൽ പവറുള്ള കമ്മിറ്റിയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണം നടത്തണമെങ്കിലും മൊഴിയെടുക്കണമെങ്കിലും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വേണം. അതുകൊണ്ടായിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ മെറിറ്റ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് ഒരുപക്ഷെ റദ്ദ് ചെയ്തുകൊണ്ട് ഉടൻ ഉത്തരവിറങ്ങാനും സാധ്യതയുണ്ട്. അതായത് മേഴ്സി കോളേജിലെ 30 സീറ്റ് വർദ്ധിപ്പിച്ച് നൽകുകയും ആ 30 സീറ്റിലും മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 30 സീറ്റിലെയും അഡ്മിഷൻ റദ്ദ് ചെയ്യാനുള്ള ഒരു ആലോചനയും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമ വശങ്ങൾ തേടാൻ ഇന്ന് തീരുമാനിച്ചു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നഴ്സിംഗ് കൗൺസിൽ യോഗം. നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ യോഗമാണ്. കാരണം കഴിഞ്ഞ യോഗത്തിലായിരുന്നു മേഴ്സി കോളേജിനും കൂടാതെ ശ്രീ അയ്യപ്പ കോളേജിനും കൂടുതൽ സീറ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തത്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കിക്കൊണ്ട് അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലാണ് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വരങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പ്രത്യേകിച്ച് മേഴ്സി കോളേജിനടക്കം ഇത്തരത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് 30 സീറ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് അനുവദിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. പ്രജിൻ, ജസ്റ്റിന. ശരി ഉമേഷ് പുറത്തുകൊണ്ടുവന്ന വാർത്തയിലാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു പോലും ഉണ്ടായ പ്രതികരണം ഈ അട്ടിമറിയെ കുറിച്ചൊക്കെ അവരറിയുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ്. അത് നഴ്സിംഗ് കൗൺസിൽ പോലും അറിയുന്നത് ഇത്തരത്തിലുള്ള അട്ടിമറി നടന്നു എന്ന കാര്യം അറിയുന്നത് നമ്മുടെ വാർത്ത ചെയ്തതിന് ശേഷമാണെന്നുള്ളതാണ്. ഇന്ന് ആ യോഗത്തിൽ പലരും പല മറുപടികളും പറയാൻ വിയർക്കും എന്നുള്ളത് തന്നെയാണ് ഉമേഷ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മൾ ഈ ബണ്ട് റോഡിൽ കൂടെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ബണ്ട് റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പറയണം. ബണ്ട് റോഡിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലൂടെ നടക്കുമ്പോൾ ഒന്ന് കാൽ തെറ്റി താഴേക്ക് വീണാൽ നല്ല സുഖമായിരിക്കും അല്ലേ? ഒന്ന് വേണമെങ്കിൽ വീണ് നോക്കാം. ഇല്ല. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മള് രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ എന്ന ബഹുമതി തേടിയെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് പാലക്കാട് ആലത്തൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ. കുറ്റാന്വേഷണത്തിലെ മികവ്, ക്രമസമാധാന പാലനം എന്നിവ പരിഗണിച്ചാണ് ആലത്തൂരിന് ബഹുമതി. ചില്ലറ ബഹുമതിയല്ല, രാജ്യത്തെ മികച്ച 5ാമത്തെ എന്നൊക്കെ പറയുമ്പോൾ എത്ര പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാവും? രാജ്യത്ത് എത്ര ഉണ്ടാവും? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അതിലാണ് 5ാമത്തെ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തുടർന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ 24 പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ റിപ്പോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനിലാണ്. ഇത് നമ്മുടെ കേരളത്തിലാണ്, പാലക്കാടാണ്, ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ്. തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച 5 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്ന് ആലത്തൂരാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. എന്തായാലും സാർ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങേക്കും അങ്ങയുടെ ടീമിനും. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം നിങ്ങൾക്ക് ലഭിച്ചത്? ഇത് കഴിഞ്ഞ മാസം 30-ാം തീയതി 30/9 ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരികയും അതിൻ്റെ ഒരു ഇവാലുവേഷൻ നടക്കുകയുണ്ടായത്. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഒരു SOP എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിരുന്നു. അതിന് ഈ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, അതുപോലെ തന്നെ ഞങ്ങളുടെ പുറത്തു നിന്നുള്ള NCC കാഡറ്റ്സും സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സും അവരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനവും അതിൻ്റെ ഒരു സഹകരണവും ഉണ്ടായിരുന്നു. നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ ആർ ആനന്ദ് IP സാറിൻ്റെയും അതുപോലെ എൻ്റെ ആലത്തൂർ DSP
മുരളി സാറിൻ്റെയും പിന്നെ മറ്റു മേലുദ്യോഗസ്ഥരുടെയും എല്ലാം നിർദ്ദേശങ്ങളും അതിൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇതിന് മാനദണ്ഡം എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു മികച്ച സ്റ്റേഷനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായിട്ടും പോലീസിൻ്റെ സേവനങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ നിലവിലുള്ള കേസുകളുടെ അന്വേഷണം, അതുപോലെ മറ്റ് ക്രൈം കേസുകൾ ഇല്ലാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള നടപടികൾ, അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ. അതിലേറ്റവും പ്രധാനം പരാതിയുമായി വരുന്ന അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്ക് വരുന്ന പബ്ലിക്കിന് എന്തെല്ലാം സേവനങ്ങളാണ് പോലീസ് സ്റ്റേഷൻസ് കൊടുക്കുന്നത്, അത് അവർക്ക് കൊടുക്കുന്നതിനുള്ള സ്പീഡ്, അതാണ് ഇതിലും പ്രധാനമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ട്. പക്ഷേ അത് ഞങ്ങൾ വളരെ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലെയും വിവരങ്ങൾ, അതായത് എത്ര കേസുകൾ ഉണ്ടാകുന്നു, അതിൽ എത്ര എണ്ണം പരിഹരിക്കപ്പെടുന്നു, അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നൊക്കെ അത് എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇവാലുവേഷനിലേക്ക് എത്തിച്ചേർന്നത്. അതിൻ്റെ ഒരു കണക്ക് അവരുടെ കയ്യിലുണ്ട്. ഇനി അത് പേഴ്സണലായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അത് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് നേരിട്ട് പങ്കില്ല. അവർ തന്നെ വന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ പബ്ലിക്കുമായി അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇവർ അത്രയും പേര് മാത്രമല്ല, ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനമാണ്. ഒരുപക്ഷെ ആളുകളോടുള്ള പെരുമാറ്റവും വേഗത്തിൽ ഈ കേസുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഒക്കെ ആയിരിക്കും ഈ സ്റ്റേഷനെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കാനുള്ള കാരണമാക്കിയത്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. ഒരുപാട് കേസുകൾ ഇനിയും സമാനമായ രീതിയിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയട്ടെ. ആളുകൾക്ക് ഒരു അഭയം നേടിക്കൊടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യട്ടെ. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. അപ്പോ എല്ലാവിധ ആശംസകളും നമുക്ക് ഇവിടെ കിട്ടി. നമ്മൾ കുറെ നേരമായിട്ട് ഇവിടെ നടക്കുന്ന 3 പേരെ നമ്മൾ പിടിച്ചു സഞ്ജു, ജിനോ, രഞ്ജിത്ത്. എവിടെയാണ് 3 പേരും സ്ഥലം? ഇവിടെ തന്നെയാണ്. നമ്മൾ വന്നപ്പോ തൊട്ടേ ആദ്യം കണ്ടത് ചേച്ചി ഇങ്ങനെ ഓടുകയാണ്. ഇത് എത്ര റൗണ്ട് ഓടും? ഞാൻ 4 റൗണ്ട് കണ്ടിന്യൂസ് ഇല്ല, ഇടയ്ക്ക് നടക്കും. എത്ര കിലോമീറ്റർ ഉണ്ട്? ഏതാണ്ട് അത്ര ഉണ്ടല്ലേ? അപ്പൊ ഒരു 5 റൗണ്ട് ഓടും. 4 റൗണ്ട് ഓടും, 1 റൗണ്ട് നടക്കും. ഞാൻ IBM മാനേജറാണ്, IT പ്രൊഫഷണൽ. എന്റെ ഹസ്ബൻഡാണ്. പൊതുവെ നമ്മള് സ്ത്രീകൾ, ഞാനടക്കമുള്ളവര് ഇങ്ങനെ ശരീരം അനങ്ങായിരിക്കും. ഇപ്പൊ ഇതുള്ളത് കൊണ്ടാണ് നടക്കുന്നത്. സ്ത്രീകളോട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു 30s തന്നെ എന്തെങ്കിലും എക്സസൈസ് തുടങ്ങുക, അല്ലെങ്കിൽ പിന്നെ വണ്ണമൊക്കെ വെച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതായത് പോസിറ്റീവ് ആയിട്ട് നമുക്കൊരു നല്ല എന്താ പറയുക, രാവിലെ നടത്തം അല്ലെങ്കിൽ ഓട്ടം, അത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ എനർജി, ഭയങ്കര എനർജിയാണ് അത്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മഴക്കാലം ആകുമ്പോൾ എനിക്കത് മിസ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പം ആ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് പോസ്റ്റ് ഡെലിവറി മോളുണ്ട് 8 വയസ്സ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പം നന്നായി തടി വെച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അങ്ങനെയാണ് ഈ ഒരു റൂട്ടീനിലേക്ക് വന്നത്. അപ്പം ഞാനാകെ 5 റൗണ്ടേ ഓടുള്ളൂ. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3-4 മാസം ഓടുമ്പോഴാണ് ശരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പം മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് ജോഗിങ് അത് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മുടെ ഈ ഷോയുടെ പേര് മോർണിംഗ് വാക്ക് എന്നാണ്. നമ്മൾ നടന്നുകൊണ്ട് വാർത്തകൾ പറയും. അപ്പോൾ ന്യൂസിൽ കാണാറുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടൊരു കിലോമീറ്റർ ഉണ്ട്, ഇങ്ങോട്ടൊരു കിലോമീറ്റർ ഉണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ നടക്കട്ടെ. നമ്മൾ നമ്മുടെ മോർണിംഗ് വാക്ക് നടക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിൾ ടീമിനെ പരിചയപ്പെട്ടു അല്ലേ? നമ്മളൊന്ന് ചാർജ് അപ്പ് ആയി. അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയാലോ? യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, LDFന്റെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നറിയാം. അത് കഴിഞ്ഞ വർഷമൊക്കെ അതിനെതിരെ ഉണ്ടായ വർഷങ്ങളായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കൂട്ടിക്കെട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഇന്ന് ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിർണായക ചർച്ചയുണ്ട്. ദക്ഷിണ റെയിൽവേ അധികൃതരും റെയിൽ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 എറണാകുളത്ത് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് തോന്നാം, എന്താണിപ്പോ ഇങ്ങനെ ഈ സമയത്ത് സിൽവർ ലൈനിൽ ഒരു ചർച്ച? അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ലോക്സഭയിലടക്കം ഈ വിഷയം വന്നിരുന്നു. അതായത് ഇത് പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലല്ല അല്ലെ, പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പുതിയ DPR നൽകി കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവായ ചർച്ചയാകാം എന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. അതെ, ഇപ്പോൾ DPRലടക്കം വിശദമായ ചർച്ച നടക്കുമെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24 പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. റെയിൽ കോർപ്പറേഷൻ സംസ്ഥാന ഗവൺമെൻറ് മാത്രം കോർപ്പറേഷൻ അല്ല, അത് കേന്ദ്ര റെയിൽവേയും സംസ്ഥാനം കൂടി സംയുക്ത കോർപ്പറേഷൻ അവരുണ്ടാക്കിയ ഒരു DPR ആണ്. ആ DPR ആണ് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ മാറ്റങ്ങൾ വരുത്തി വ്യക്തതയുണ്ടാക്കണമെങ്കിൽ അതിനുള്ള അധികാരമുണ്ട് റെയിൽവേക്കുണ്ട്. വന്ദേ ഭാരത് വന്നതിന് ശേഷം ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റത്തിനൊരു എതിർപ്പില്ല. അത് വേണമെന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കും. നേരത്തെ ഇതേ വേണ്ടാന്നാണ് പറഞ്ഞിരുന്നത്, അത് മാറി നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതെങ്ങനെ വേണം അത് പരിശോധിക്കട്ടെ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചർച്ചയെങ്കിൽ മറുഭാഗത്ത് ഈ കേരയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രകടനവും പ്രതിഷേധ സംഗമവും ഒക്കെ നമ്മൾ നടക്കും. ഈ മഞ്ഞക്കൽ പിഴുതെറിയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ സമരസമയത്ത് കണ്ടതാണ്. പക്ഷെ അവർ ഈ പറയുന്നത് കേരയിൽ വേണ്ടേ വേണ്ട എന്ന സമരം മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധവും ആ രീതിയിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ പക്ഷം, അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ സജീവമാണ്. നമ്മുടെ മിനി ചേച്ചി പറയുന്നു, മോർണിംഗ് വാക്ക് പോകുന്ന സ്ഥലം തലേ ദിവസം പറയാമെങ്കിൽ സ്ഥിരം പ്രേക്ഷകർ ആരെങ്കിലും ആ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം വന്നതിന് വൈനോട് ഞങ്ങൾ എല്ലാ ദിവസവും തലേ ദിവസം പറയുന്നുണ്ടല്ലോ, ഈ കാർഡൊന്നും കാണുന്നില്ല മിനി ചേച്ചി, അല്ലേ? കാണാത്തതാണ്. ടു മച്ച്. ഓക്കെ. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടുകാരൻ ഷഫീർ മണ്ണാർക്കാട് ആ പാലക്കാട് പോലീസ് സ്റ്റേഷന്റെ അച്ചീവ്മെന്റ് പറഞ്ഞപ്പോൾ പാലക്കാടെന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര അഭിമാനം കൊള്ളുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. മോർണിംഗ് വാക്ക് നമ്മൾ വീണ്ടും തുടരുകയാണ്. നമ്മളൊന്നും ഇരുന്നൊന്നുമില്ല. പ്രേക്ഷകർ ചുമ്മാ വിചാരിക്കണം നമ്മൾ ഇരിക്കുകയാണെന്ന്. അല്ല, ഇരുന്നതല്ല. ഞാൻ സത്യം പറയും, ഞാൻ ഒരു 30 സെക്കൻഡ് ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജിൻസ് കുര്യാക്കോസ് പറഞ്ഞു മോർണിംഗ് വാക്ക് വന്നതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റ് ഈ പ്രോഗ്രാം കാണുന്നത്. താങ്ക് യു സോ മച്ച്. നിഷാദ് മുത്തു പറയുന്നു, എന്നെ മറന്നു, ഒരിക്കലും മറക്കില്ല. അങ്ങനെ മറക്കുവോ? ഇല്ല. അപ്പൊ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ കുറച്ച് പ്രശ്നമാണ്. കാരണം പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കും എന്ന് കരാർ കമ്പനി അറിയിച്ചിരിക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തുകാർക്ക് ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വിവിധ സംഘടനകൾ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധവുമായി എത്തും. രാവിലെ 9 മുതൽ ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വാഹനത്തിന്റെ RC ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ 6 പഞ്ചായത്തുകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. ഇതാണ് ഇന്നു മുതൽ ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് പ്രദേശവാസികൾ ഇന്ന് വ്യാപകമായ പ്രതിഷേധത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ഈ ബണ്ട് റോഡ് ഇത് കണക്ട് ചെയ്യുന്ന ഇതൊക്കെ സ്ഥലങ്ങളെയാ? തർക്കാക്കര, കാക്കനാട്, എടത്തല, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയിട്ട്? ഒരു വർഷം ആവണുള്ളൂ, ഒരു വർഷം ആയിട്ടില്ല. അലി ഒരു പ്രത്യേകതയുണ്ട്, ചെരുപ്പിടാതെ നടക്കുന്നത്. അതെന്തുകൊണ്ടാ? ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നടക്കണേ. എല്ലാ ദിവസവും ഇവിടെയാണ് നടക്കണേ. ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ ചിറ്റേക്കര ബണ്ട് റോഡിലാണുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ തൃക്കാക്കരയും കാക്കനാടിനെയൊക്കെ മറ്റു രീതിയിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബണ്ട് റോഡ് കൂടിയാണ് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ അങ്ങനെ ഓരോ സ്ഥലം പരിചയപ്പെടുത്തുന്നുമുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി പോവാം. എന്നിട്ട് മറ്റൊരു മനോഹരമായ കാഴ്ച പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഓക്കെ. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗര നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഇന്ന് ISRO വിക്ഷേപിക്കുന്നുണ്ട്. ഇരട്ടപ്പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ PSLV C-59 പ്രോബ മിഷന്റെ വിക്ഷേപണം വൈകിട്ട് 4:04 നടക്കുക. കൊറോണഗ്രാഫ് ഉപഗ്രഹത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്നലെ ആ വിക്ഷേപണം മാറ്റിയത്. 540 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെയാണ് PSLV C-59 ഭ്രമണപഥത്തിൽ എത്തിക്കുക. 200 കിലോഗ്രാം ഭാരമുള്ള ഓക്യുൾട്ടർ, 340 കിലോഗ്രാം ഭാരമുള്ള കൊറോണാഗ്രാഫ് എന്നിവയാണ് ഉപഗ്രഹങ്ങൾ. കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് ദൗത്യം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്നാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ നമ്മുടെ നാവികസേനാ ദിനമാണ് അല്ലെ? അപ്പൊ ഇന്ന് ഗംഭീരമായ ആഘോഷങ്ങളുണ്ട്. അപ്പൊ നാവികസേനയിലെ എല്ലാവർക്കും നമ്മുടെ ഒരു ആശംസ. നമ്മുടെ രാജ്യത്തെ വെള്ളത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന, അതായത് ജലത്തിൽ അവർ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന, പറഞ്ഞു കൊളവാക്കി. നാവികസേന ദിനത്തിന്റെ ഭാഗമായി കൊച്ചി കായലിൽ അഭ്യാസ പ്രകടനങ്ങളിലൂടെ നാവികസേന അവരുടെ കരുത്ത് കാട്ടുകയും ചെയ്തു. അപ്പൊ ആ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ? പിടിച്ചോ. Ladies and gentlemen, the bombers. ആയിരത്തി 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് മേൽ നേടിയ ഉജ്ജ്വല വിജയം ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മ ദിവസമാണ് രാജ്യം നാവികസേനാ ദിനമായി ആചരിക്കുന്നത്. ഇത്തവണയും വിപുലമായിരുന്നു ആഘോഷങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ യുദ്ധക്കപ്പലുകളും എയർക്രാഫ്റ്റുകളുമായിരുന്നു കൊച്ചി കായലിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങളുടെ പ്രധാന ആകർഷണം. ജലമാർഗമെത്തുന്ന ശത്രുക്കളെ കീഴടക്കുന്നതും എയർലിഫ്റ്റുമെല്ലാം സാധാരണക്കാർക്ക് പുത്തൻ അനുഭവമായി. The combat divers, as you can see, have now prepared the Gemini and will be proceeding for the mission of securing the entry point for the rest of the team in enemy territory. എവിടെയും ഏത് സമയത്തുമെന്ന സന്ദേശമാണ് 54ാമത് നാവിക ദിനം മുന്നോട്ട് വെച്ചത്. കൊച്ചി രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ചടങ്ങുകളിൽ
വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി. 24 കൊച്ചി. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊരു തെറ്റ് പറ്റിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്നുള്ള ആവേശത്തിൽ നാവികാസേനാ ദിനം ഇന്നാണെന്ന് പറഞ്ഞ ഡിസംബർ 4 ഇന്നലെയായിരുന്നു കേട്ടോ. ഈ 2 മാസം തീയതി ഒരു ബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ്. അത് പ്രേക്ഷകർക്ക് അറിയാലോ, അതെ. ബോധമില്ല എന്നുള്ളത്. അപ്പൊ സാഹസികമായി ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. വസന്ത് കുമാരി പ്രഭാത കാഴ്ചകൾ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് പറയണമെന്ന് PC ദിലീപ് പറയുന്നുണ്ട്. സീന മുഹമ്മദ് മനോഹര കാഴ്ച കണ്ടെന്റെ പത്തിരി കരിഞ്ഞ് പുകഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ രവികുമാർ PV നേരത്തെ പറയുന്നതായിരുന്നു, നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന അരി വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പൂട്ടിപ്പോവാണ്. പക്ഷെ അങ്ങനെ പറയരുത്. ഒരു ഭാഗത്ത് ഇത് ഇങ്ങനെ കേട്ടോ, എന്നിട്ട് അരിയൊക്കെ വാങ്ങിക്കോ. നമ്മളിതാ ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ വാർത്തയോടെ പറയാം. മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് നൽകാൻ നമ്മുടെ ക്യാമറ ടീമുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ വാർത്ത കൂടി അറിയുക. കർണാടകയിൽ കോൺഗ്രസിന്റെ സ്വാഭിമാന റാലി ഇന്നാണ്. ഹാസനിലാണ് പിന്നാക്ക വിഭാഗങ്ങളെ അണിനിരത്തി ഈ റാലി നടത്തുന്നത്. എന്തിനാണ്? സിദ്ധരാമയ്യയുടെ അനുയായികളായ മന്ത്രിമാരും MLA മാരും ഈ റാലിയിലും കൺവെൻഷനിലും നേതൃത്വം നൽകുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിന്നാക്ക വിഭാഗങ്ങളെ പാർട്ടിക്കൊപ്പം നിർത്താൻ വേണ്ടിയാണ് ഈ സമ്മേളനമെന്ന് സിദ്ധരാമയ്യ പക്ഷം വിശദീകരിക്കുന്നു. എന്നാൽ റാലിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ട്. പാർട്ടിക്ക് അതീതനായി സിദ്ധരാമയ്യ വളരുന്നുവെന്നും അത്തരം പ്രവണത അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് ചില നേതാക്കൾ കത്തയച്ചിരുന്നു. ഭിന്നത പുറത്തു വന്നതോടെ ഹാസനിൽ നടക്കാനിരിക്കുന്നത് KPCC സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ എന്ന വിശദീകരണവുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്തെത്തി. പ്രജിൻ, എനിക്കൊരു അബദ്ധം പറ്റിയപ്പോൾ പ്രജിനും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു ഫുട്ടേജ് വായിച്ചിട്ടില്ല, ഒരു വാർത്ത പറഞ്ഞിട്ടില്ല. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അദാനി വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം ഇന്ത്യ സഖ്യം ഇന്നും തുടരും. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കുന്നത് സ്പീക്കർ ഓം ബിർള വിലക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ് വിഷയം കൂടുതൽ ശക്തമായി ഇരുസഭകളിലും ഉന്നയിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. സംഭൽ സന്ദർശനത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ തടഞ്ഞത് കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഇന്നലെയും അത് ഉന്നയിച്ചതാണ്. പ്രതിപക്ഷം ഇറങ്ങിപ്പോന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതേസമയം റെയിൽവേ ഭേദഗതി നിയമബില്ലിലെ ചർച്ചകൾക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. ദുരന്ത നിവാരണ ബിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഇടവേള പോകാനുള്ള സമയമായി. പ്രേക്ഷകരുടെ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇങ്ങനെ ചാരാൻ ഇവിടെ ഒരുപാട് തെങ്ങുകളുണ്ട്. ക്രിസ്ത്യൻ ചേച്ചി, വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് പ്രേക്ഷക ചോദിക്കുന്നു, തെങ്ങിൽ ചാരുമ്പോൾ തേങ്ങ വിടാതെ നോക്കണേ പ്രജനെ. അതൊക്കെ നോക്കിയിട്ടല്ലേ ചാരുന്നത്, കണ്ടോ? തേങ്ങ ഇതിലില്ല. അപ്പോ നമുക്ക് നേരെ ശബരിമലയിലേക്ക് പോകാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് അത് നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നു. 66,195 പേരാണ് ഇന്നലെ സന്ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. YS അഭിനന്ദാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. അഭിനന്ദ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അവിടെ വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമുണ്ട്, അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ സ്പോട്ട് ബുക്കിംഗ് ഇന്നും കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. എന്തായാലും ശബരിമല തീർത്ഥാടന കാലം അതിന്റെ 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ഒരു ചെറിയ ഒരു കുറവുണ്ടായിരുന്നു തീർത്ഥാടകരുടെ എണ്ണത്തിൽ. ഇന്ന് വീണ്ടും അത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതുവരെ 20,000 കടന്നിരിക്കുകയാണ്. 6 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 20,000 വരെ കടന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ 66,236 ഭക്തജനങ്ങളാണ് ആകെ ദർശനം നടത്തിയത്. ശരാശരി കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ്. എന്തായാലും പരമ്പരാഗത കാനനപാത വഴി എത്തുന്നതോടുകൂടി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒക്കെ വിശ്വാസം. എത്ര തിരക്കുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിന്റെ ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം വഴി എത്തുന്ന ഭക്തർ കൃത്യമായി തന്നെ ഇവിടെ സമയക്രമം പാലിക്കാത്തത് ഒരു ആശങ്കയായി പോലീസ് രേഖപ്പെടുന്നതിനപ്പുറത്തേക്ക് ഇതുവരെ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായി തന്നെയാണ് തീർത്ഥാടന കാലയളവ് അതിന്റെ 20ാം ദിവസം എത്തുമ്പോൾ കടന്നു പോകുന്നത്. ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് പെട്ടെന്ന് ശബരിമലയിലെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെൽക്കം ബാക്ക്. പെട്ടെന്ന് നമ്മുടെ പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് വാർത്ത, സ്മാർട്ട് സിറ്റി ടീകോമിനെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്.
246 ഏക്കർ തിരിച്ചുപിടിക്കുമെന്ന മന്ത്രിസഭാ തീരുമാനത്തെക്കുറിച്ചുള്ള പ്രധാന വാർത്തയാണ് ലീഡായി മലയാള മനോരമ നൽകിയിരിക്കുന്നത്. അതെ, ഇനിയിപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകണം. അതുതന്നെയാണ് മാതൃഭൂമിയിലെയും പ്രധാന വാർത്ത. പക്ഷേ മാതൃഭൂമിയിൽ വളരെ നല്ലൊരു ദൃശ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ വസതിയിലെ പൂന്തോട്ടത്തിലിരുന്ന് പത്രം വായിക്കുന്ന ശശി തരൂർ എംപിയുടെ മടിയിലിരുന്നുറങ്ങുന്ന കുരങ്ങൻ. പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നോ വന്ന കുരങ്ങൻ തരൂരിന്റെ മടിയിൽ കയറി ഇരിപ്പായത്. വീട്ടുകാർ കൊടുത്ത കുറച്ച് വാഴപ്പഴങ്ങൾ കഴിച്ചതോടെ വയറു നിറഞ്ഞതും ആശാൻ തരൂരിന്റെ മടിയിൽ തന്നെ. കണ്ടോ, ഒരു എംപിയുടെ മടിയിൽ കയറി ധൈര്യമായിരിക്കുന്ന കുരങ്ങൻ. യെസ്, അതുപോലെ അതോടൊപ്പം തന്നെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശിശുക്ഷേമ സമിതിയിലെ കുട്ടിക്കെതിരെയുണ്ടായ അതിക്രമം, അതാണ് ഇന്ന് അവരുടെ എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നത്. നിസ്സഹായതയുടെ നിലവിളികൾ എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത ആ രീതിയിൽ എഡിറ്റോറിയലായി നൽകിയിരിക്കുന്നത് ഇന്ന് മലയാള മനോരമ. അതെ, ഇന്ന് സുപ്രീം കോടതി ഒരു വിമർശനം ഒരു വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. വനിതാ ജഡ്ജിയെ പുറത്താക്കിയ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആർത്തവമുണ്ടെങ്കിലേ പുരുഷന്മാർക്ക് അത് മനസ്സിലാവൂ എന്നാണ്. വനിതാ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ മികവ് വിലയിരുത്താൻ മധ്യപ്രദേശ് ഹൈക്കോടതി പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ എന്തായാലും മറ്റൊരു വാർത്ത, ഈ BSNL സേവനങ്ങൾ പോസ്റ്റ്മാൻ വീട്ടിലെത്തിക്കും എന്നൊരു വാർത്ത കൂടിയുണ്ട്. BSNL സേവനങ്ങൾ വീടുകളിൽ പോസ്റ്റ്മാൻ വഴി ലഭ്യമാക്കുന്ന പദ്ധതി വരുന്നു. തുടക്കത്തിൽ BSNL ഫൈബർ സർവീസിന്റെ ആവശ്യക്കാരെ കണ്ടെത്തി സേവനം നൽകും എന്നാണ് പറയുന്നത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കുന്നതെന്നാണ് വാർത്ത. ഇന്നലെ നമ്മൾ കുഞ്ചുകുറുപ്പിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ കാകദൃഷ്ടിയുണ്ട്. കാകദൃഷ്ടിയിൽ പറയുന്നത് ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. അപ്പോൾ അതിന് ഒരു കമന്റ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് വലിയ സാഹസയാത്രയാണെങ്കിൽ താഴെ റോഡിൽ ഇറങ്ങിയാൽ മതി എന്നാണ്. യെസ്, ഇനി സ്പോർട്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തലക്കെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, തിരിച്ചെടുക്കാം എന്നാണ് തലക്കെട്ട്. തിരിച്ചെടുക്കാം. ആ തിരിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പിന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അഡ്ലൈഡ് ടെസ്റ്റിൽ നിർണായക ശക്തിയാക്കാൻ സ്പിന്നേഴ്സ്. മത്സരം നാളെ രാവിലെ 9:30 മുതലാണ്. അപ്പോൾ ഇന്ത്യക്ക് നിർണായകമാണ് ഈ ടെസ്റ്റിലെ ജയം. യെസ്, അപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പിന് പ്രതിമാസ വേതനം 58,000 രൂപ എന്ന് പറയുന്ന ഒരു അറിയിപ്പുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERTയുടെ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പിന് അപേക്ഷിക്കുന്നവർക്ക് 58,000 രൂപയാണ് ഫെലോഷിപ്പ് ലഭിക്കുന്നത്, പ്രതിമാസ വേതനം ലഭിക്കുന്നത്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ കൊച്ചിയിൽ ഒരു രാജ്യാന്തര പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. പുസ്തകങ്ങൾ ചെറിയ വിലയിലൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മോർണിംഗ് വാക്ക് പൂർത്തിയാക്കാൻ സമയമാവുന്നു.